ഹായ്, വെൽക്കം ടു അവർ ന്യൂ ചാനൽ. നമ്മുടെ ചാനലിൻ്റെ പേര് ടിക്ടോക്ക് 24. ടിക്ടോക്ക് 24. നമ്മുടെ ചാനലിൻ്റെ മെയിൻ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാച്ച്. നമ്മുടെ ചാനലിൽ കൂടുതലായിട്ട് സംസാരിക്കുന്നത് വാച്ചിനെ കുറിച്ചായിരിക്കും. വാച്ചിൻ്റെ പുതിയ മോഡൽസ്, ഇൻട്രൊഡക്ഷൻസ്, പിന്നെ വാച്ചിൻ്റെ മെക്കാനിക്കൽ മൂവ്മെൻറ്റ്സ്, അല്ലെങ്കിൽ വാച്ചിൻ്റെ സ്പെഷ്യാലിറ്റി, ലിമിറ്റഡ് എഡിഷൻ ആണെങ്കിൽ അത് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഈ പേജിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. പേഴ്സണൽ കളക്ഷൻസ് ഞാനായിട്ട് ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ എൻ്റെ പേഴ്സണൽ കളക്ഷൻസ് നിങ്ങളായിട്ടും ഷെയർ ചെയ്യും. വാച്ച് ക്രേസ് എന്ന് പറയുന്നത് ഒരു 1800 പീരിയഡ്സ് തൊട്ട് ആൾക്കാരിൽ ജനറേറ്റ് ചെയ്തൊരു സംഭവമാണ്. 1868 പാറ്റക് ഫിലിപ്പ് ഫസ്റ്റ് റിസ്റ്റ് വാച്ച് ഇൻവെൻറ്റ് ചെയ്ത കാലം മുതലേ ഈ വാച്ച് എന്നുള്ളൊരു സംഭവം എല്ലാവരുടെയും മനസ്സിലുള്ള കാര്യമാണ്. എസ്പെഷ്യലി ജെൻസിൻ്റെ കാര്യത്തിൽ കൂടുതൽ ഓർണമെൻറ്റ്സ് ഒന്നും നമുക്ക് ഓപ്ഷൻസ് ഇല്ല. നമ്മുടെ ഏറ്റവും ബെസ്റ്റ് എലഗൻറ്റ് ഓർണമെൻ്റ് എന്ന് പറയുന്നത് വാച്ചാണ്. അപ്പം നമുക്ക് എന്ത് കാര്യമാണെങ്കിലും നമുക്ക് നമ്മളിൽ തന്നെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവം വാച്ച്. അതുപോലെ തന്നെ നമ്മളിൽ പല ആൾക്കാരും വാച്ച് ക്രേസ് ഉള്ളവരായിരിക്കും. ചിലപ്പോൾ അഫോർഡ് ചെയ്യാത്ത വാച്ചാണെങ്കിൽ പോലും കഷ്ടപ്പെട്ട് ഏൺ ചെയ്ത് ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്ത് വാച്ച് മേടിക്കും. അതുപോലെ ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ അറിയുന്നത് തന്നെ ഒരുപാട് വാച്ച് കളക്ടേഴ്സ് ഉണ്ട്, വാച്ച് ക്രേസ് ഉള്ള ആൾക്കാരുണ്ട്. അപ്പം എൻ്റെ ലൈഫിലും എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് പീരീഡിൽ എൻ്റെ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ ടൈമിലാണ് എനിക്ക് ഫസ്റ്റ് വാച്ച് എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്യുന്നത്. ആ മൊമെൻ്റ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും എൻ്റെ മൈൻഡിൽ ആ അങ്കിള് എനിക്ക് വാച്ച് തരുന്നതും അത് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ കാണുന്ന ബ്ലാക്ക് സ്ട്രാപ്പുള്ള, ബ്ലാക്ക് ഡയലുള്ള ഒരു റബ്ബർ സ്ട്രാപ്പ് വാച്ച്. അപ്പം ആ വാച്ച് എൻ്റെ മനസ്സിൽ ടച്ച് ചെയ്തു. അവിടെ മുതൽ എനിക്ക് വാച്ചിനോട് ക്രേസായി. അപ്പം നമ്മുടെ ചൈൽഡ്ഹുഡ് പീരീഡിൽ നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. വാച്ച് നമുക്ക് അങ്ങനെ മേടിക്കാൻ പറ്റത്തില്ല, നമ്മുടെ കയ്യിൽ പൈസയില്ല, നമ്മുടെ പേരൻസ് അങ്ങനെ മേടിച്ച് തരത്തില്ല. അപ്പം പിന്നെ കണ്ടിന്യൂ ചെയ്ത് എവിടെയൊക്കെ എനിക്ക് അച്ചീവ്മെൻറ്റ്സ് ഉണ്ടോ, എൻ്റെ പേരൻസ് എന്താ നിനക്ക് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ 10th റിസൾട്ട്, 12th റിസൾട്ട്, ഡിഗ്രിയുടെ റിസൾട്ട്, അങ്ങനെയുള്ള സമയത്തൊക്കെ എൻ്റെ പേരൻസ് എന്ത് വേണം എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം വന്നാൽ എൻ്റെ ഫസ്റ്റ് ആൻസർ വാച്ചായിരിക്കും. വേറെ ഒന്നും ഞാൻ പറയത്തില്ല. എൻ്റെ വെഡ്ഡിങ്ങിൻ്റെ കേസായാലും എൻ്റെ വെഡ്ഡിങ്ങിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്ന വാച്ചാണ്. എല്ലാവർക്കും അറിയാം, എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം, ഐ എം എ വാച്ച് ക്രേസ് ഗായ്. അപ്പം വാച്ച് എൻതൂസിയാസ്റ്റ് അല്ലെങ്കിൽ ഒരു വാച്ച് മാനിയാക്ക് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ തന്നെ വാച്ചിൽ ക്രേസ് ഉള്ള ആൾക്കാർ ഒരുപാടുണ്ട് ഈ വേൾഡിൽ. അതുകൊണ്ടാണ് ഈ വാച്ച് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ലേറ്റസ്റ്റ് ഇന്നോവേഷൻസ്, ജേക്കബ് ആൻഡ് കോ അല്ലെങ്കിൽ പാറ്റക് ഫിലിപ്പ്, അങ്ങനെയുള്ള ഒരുപാട് അൾട്രാ ലക്ഷറി ബ്രാൻഡുകൾ ഉണ്ടായിട്ടും ആ വാച്ചുകളെല്ലാം വിറ്റുപോകുന്നു, ആ വാച്ചുകളെല്ലാം കളക്ട് ചെയ്യുന്നു. വിച്ച് മീൻസ് ദർ ഇസ് എ പീപ്പിൾ ഔട്ട് ദെയർ. അവിടെ ഏത് റേറ്റ് എന്ന് നോക്കത്തില്ല, നമുക്ക് കണ്ടു ഇഷ്ടപ്പെട്ടു മേടിക്കുന്നു. അതാണ് വാച്ച്. അപ്പോൾ ഈ പേജിൽ നമ്മൾ സംസാരിക്കുന്നത് വാച്ചിനെ കുറിച്ചായിരിക്കും. പലതരത്തിലുള്ള വാച്ച്, അതിൻ്റെ സ്പെഷ്യാലിറ്റി, അതിൻ്റെ അതിൻ്റെ ഹിസ്റ്ററി, അല്ലെങ്കിൽ അതെങ്ങനെ ഈ ഡിസൈനിലേക്ക് വന്നു, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. അപ്പം എഗെയിൻ വൺ മോർ ടൈം വെൽക്കം ടു മൈ ചാനൽ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.